അഖിൽ സർ, അഖിൽ സർ. നമസ്കാരം അഭിറാം സാർ. നമസ്കാരം. എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? അഖിൽ കടമായിട്ട് 10 ലക്ഷം രൂപ എന്നോട് ചോദിച്ചിരുന്നു. അഖിൽ സാർ, നിങ്ങൾ ചോദിച്ചിരുന്ന പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. സ്വത്തിന്റെ ഭാഗ്യം ചോദിക്കാൻ പറഞ്ഞപ്പോ ഇവനെന്തിന്റെ കടം വാങ്ങിക്കുന്നേ? അത് തന്നെ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. ആ, എന്ത് നടന്നാലും അത് നമുക്ക് നല്ലതല്ലേ. പണം തരുന്നതിന് മുമ്പ് വീട്ടിലുള്ള എല്ലാവരോടും ഈ ഡോക്യുമെന്റ്സ് ഒന്ന് ഒപ്പിട്ട് വാങ്ങി എനിക്ക് തരണം. എന്തിനാ എല്ലാവരും അതിൽ ഒപ്പിടുന്നേ? അഖിൽ സാറ് ഈ വീട് പണയപ്പെടുത്തിയാണ് എന്താഖിൽ, ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനം എങ്ങനെയാ എടുത്തത്? ഇത് നീ എടുത്ത തീരുമാനമാണോ അതോ മറ്റാരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ? നോക്കമ്മേ, ഞാൻ ഈ വീട് വെക്കൊന്നും ചെയ്തിട്ടില്ല. ഈവന്റ് ചെയ്യാനായിട്ട് എനിക്ക് 10 ലക്ഷം രൂപ വേണം. ചോദിച്ചപ്പോൾ നിങ്ങളാരും തരില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് വീടിന്റെ ആധാരം പണയം വെച്ച് കാശ് വാങ്ങാന്ന് കരുതി. ഈവന്റ് കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന കാശ് വെച്ച് കടം തീർത്ത് ഞാൻ വീടിന്റെ ആധാരം എടുത്തു തരാം. നീ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അഖിൽ? അഖിലേട്ട ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റിരിക്കുന്നേ? ഈ വീട്ടിലേട്ടന് അവകാശമില്ലേ? അതോ ഈ വീടിനോട് അവകാശമില്ലേ? നീ എന്താ ഈ സംസാരിക്കുന്ന കാർത്തിക? ഈ വീട് അഖിലിന് മാത്രം സ്വന്തമല്ല, എല്ലാവർക്കും ഉള്ളതാ. നിന്റെ അമ്മാവനാ ഈ വീടിന് അടിത്തറയിട്ടത്. ഈ വീടിന് വേണ്ടി അദ്ദേഹം വാങ്ങിയ കടം അബിയാണ് കഷ്ടപ്പെട്ട് അടച്ചു തീർത്തത്. കുറെ റൗഡികൾ ഈ വീടിനെ കണ്ണുവെച്ച് ആക്രമിച്ച് സ്വന്തമാക്കണമെന്ന് വിചാരിച്ചപ്പോ ബുദ്ധിപരമായിട്ട് വസു ഈ വീടിനെ നമ്മളെ രക്ഷിച്ചു. ഭാസ്കർ സ്വന്തമായി നമ്മുടെ ഈവൻസ് ചെയ്തിട്ട് വീടിന്റെ ബാധ്യതകളൊക്കെ തീർത്തോണ്ടിരിക്കുക. ഇവരെല്ലാവരും ഈ വീടിന് വേണ്ടി കഷ്ടപ്പെടുക, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ ഈ വീടിന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലേ? അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അഖിൽ. ഈ വീട് എല്ലാവർക്കും സ്വന്തമാണെന്നാ പറഞ്ഞേ. ഈ വീടിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുത്താലും എല്ലാവരും ചേർന്ന് കൂടി ആലോചിച്ച് അതിനുശേഷം മാത്രമേ എന്ത് തീരുമാനവും എടുക്കാവൂ. അതല്ലാതെ ആരോടും ഒന്നും പറയാതെ എങ്ങനെ ഈ വീട് പണയപ്പെടുത്താൻ തോന്നി നിനക്ക്? അത് കൊള്ളാലോ എടുത്തി. അമ്മ കഴിക്കാനും വിടില്ല, ഭിക്ഷ എടുക്കാനും സമ്മതിക്കാത്ത പോലെ നിങ്ങൾ കാശും കൊടുക്കില്ല. അവരോരോ വഴി കണ്ടെത്തുമ്പോ അതിന് തടസ്സം നിൽക്കുക. വിവരത്തോടെയാണോ നീ സംസാരിക്കുന്നത് സുമംഗലെ? സട്ടെ, ഞങ്ങൾ ആരും ഇതിൽ ഒപ്പിടില്ല. ഈ വീട് പണയം വെക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് പോകാം. എന്നാ ശരി സാർ. എന്തിനാ ഏട്ടാ എന്നോട് ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നത്? ഞാൻ സ്വന്തമായിട്ട് ഈവന്റ് ചെയ്യുന്നത് ഏട്ടന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നും പറഞ്ഞ് എന്നെ ഉയരാൻ സമ്മതിക്കില്ലെന്നാണോ? അബിയേട്ടന്റെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല അഖിൽ. നിർത്ത് കാർത്തികേ.
ഈ വീട്ടിലുള്ള എല്ലാവരും നിന്നെ സഹായിച്ചോണ്ടിരിക്കുക. അതുപോരെ നിനക്ക് കാർത്തികേ? എന്താ ഇതെടുത്തി? വീട്ടിലെല്ലാവരും ഒത്തൊരുമയോടെ ഇരിക്കുമ്പോ ആരെങ്കിലും അത് ചെയ്യാതിരിക്കോ? നിർത്തിക്കേ. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്രയും വലിയ ഇവന്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു. നഷ്ടപ്പെടും, നിന്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ കേട്ടോ? നീ ചെലവാക്കുന്ന ഓരോ രൂപയുടെയും വില നീ മനസ്സിലാക്കണോ അഖിൽ? എന്നാലും നീ ശ്രദ്ധയോടെ ഇരിക്കുള്ളൂ എന്നും നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയ്ക്കുള്ളൂ എന്നും അങ്ങനെ വിചാരിച്ചിട്ടാ നിനക്ക് പണം തരാത്തത്. അല്ലാതെ നീ മുന്നേറുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അഖിൽ. അഖിലേട്ടനെ ഉപദേശിക്കാൻ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല. അവൻ ശരിക്കും പാവമാ കാർത്തിക. അറിയാതെ ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുക. ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കോ? ശരിക്കുള്ള പാവം ഞാനല്ല, ഏട്ടനാ. ഏടത്തിന്റെ സാരത്തുമ്പില എപ്പോഴും. ഏടത്തി എന്ത് പറയുന്നു അത് ചെയ്യാൻ മാത്രമേ ഏട്ടൻ അറിയൂ. അഖിൽ! സ്വന്തം ഏട്ടനാന്ന് പോലും നോക്കാതെ നീ എന്തൊക്കെയായി പറയുന്നേ? ഇങ്ങനെ ഒരു വാക്ക് പറയാനായിട്ട് നിനക്ക് എങ്ങനെയാ ധൈര്യം കിട്ടിയേ? മര്യാദയ്ക്ക് നിന്റെ ഏട്ടനോട് സോറി പറയേ. വേണ്ടമ്മേ, അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. അവൻ അറിയാതെ ഓരോന്ന് സംസാരിക്കുന്നത്. ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല അഖിൽ. അച്ഛന്റെ അമ്മയുടെ വാക്ക് കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെ വാക്കും കേൾക്കണം. നല്ലത് പറയുന്നത് ഉൾക്കൊള്ളണം, തെറ്റായതെല്ലാം ഉപേക്ഷിക്കണം. എന്താകിൽ നീ ഇങ്ങനെ മാറിപ്പോയത്? എന്ത് പറ്റി നിനക്ക്? ഇളയവനാണെന്ന് പറഞ്ഞ് നിന്നെ ലാളിച്ചതാ നിന്നെ ഇത്രയും വഷളാക്കിയത്. ഞങ്ങൾ എന്ത് തെറ്റാടാ ചെയ്തത് നിന്നോട്? നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മൊത്തം ഞാൻ അച്ഛ ചെയ്ത. അഖിൽ, അപ്പി നിന്നെ വിളിച്ചത് കേട്ടില്ലേ?
നീ ഈ വീട്ടിലെ മകനാണ് അഖിൽ. നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെ ഏറ്റവും ഇളയ മകൻ, എന്റെയും ഏട്ടന്റെയും കുഞ്ഞനുജൻ. ഞങ്ങൾ എല്ലാവരും നിന്റെ സ്വന്തമാടാ. നിനക്ക് എപ്പോഴും തുണയായിട്ടുണ്ടാവും, കൂടെ തന്നെ ഉണ്ടാവും. അതൊന്നും ഇനി വേണ്ട ഏട്ടാ. ഈ പഞ്ചാര വാക്കൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി ഓരോ കള്ളങ്ങൾ പറഞ്ഞ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നീ നിന്റെ ചേട്ടനെ പോലും വിശ്വസിക്കുന്നില്ലേ? എനിക്കുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടത് തന്നെ ഏടത്തി കാരണമാ. അമ്മയെ പോലെ എൻകറേജ് ചെയ്യുന്ന ഞാൻ കരുതിയത്, എന്ന അസൂയ കാരണം എല്ലാരും കൂടി എന്നെ പൊട്ടനാക്കായിരുന്നു. ഇല്ല അഖിൽ, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇപ്പോഴാച്ച എനിക്കെല്ലാം മനസ്സിലായത്. നീ എവിടെ പോവാ അഖിൽ? ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഒന്നും പറയാൻ പാടില്ല. ജയന്തി, അഖിലിന്റെ കാര്യോർത്ത് നീ വിഷമിക്കുകയാണോ? വിഷമിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? നമ്മുടെ 3 കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാ വളർത്തിയത്? അവരെ പറ്റി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാ. ഹലോ, സൂക്ഷിച്ചു വേണം കേട്ടോ. അവര് 3 പേരും ഒത്തൊരുമയോടെ ഇരിക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹിച്ചു. ഇവിടെ നടക്കുന്നതൊക്കെ കാണുമ്പോ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ കൺമുന്നിൽ തന്നെ തകർന്ന് തരിപ്പണമാകുന്നതാ കാണുന്നത്.
അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ല ജയന്തി. നമ്മുടെ മക്കൾ രാമലക്ഷ്മണനും ഭരതശത്രുഘ്നും പോലെ ഇരുന്നവരാ. ഒരിക്കലും അവർ പിരിയില്ല. ഞാനും ഇത്രനാൾ അങ്ങനെയാ കരുതിയത്. കുഞ്ഞുനാളിൽ പോലും അവര് തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല. അഭിപ്രായ വ്യത്യാസവും കുറ്റപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. 3 പേരും ഒരേ മനസ്സോടെ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോ അഖിൽ അവന്റെ വഴി സ്വയം തിരഞ്ഞെടുക്കുക. ഈ വീട്ടിൽ അവൻ ഒരു 3ാമത് മനുഷ്യനായെന്നാ പറയുന്നേ. ഏട്ടന്മാർക്കും അവനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത പോലെ അവൻ സംസാരിക്കുന്നേ. അഖിൽ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് ജയന്തി. അവൻ പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. അവസാനത്തെ കുട്ടിയാന്ന് പറഞ്ഞ് നമ്മളും ചെറിയ കുട്ടിയായതുകൊണ്ട് അഭിയും ഭാസ്കറും അവനെ കുറച്ച് കൂടുതൽ ലാളിച്ചു. അല്ലാതെ അഖിൽ ഒരിക്കലും ഒരു ചീത്തക്കുട്ടിയല്ല. ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവില്ല. ഇല്ലേട്ടാ, എനിക്ക് പേടിയാവുന്നു. അഖിൽ ഇതുവരേക്കും ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ഈ വീട് പണയപ്പെടുത്താൻ അവൻ എങ്ങനെയാ തോന്നിയത്? അവന്റെ സ്വഭാവം ആകെ മാറിയിരിക്കേട്ടാ. അവൻ വഴിതെറ്റി പോവാണോന്നാ എനിക്ക് തോന്നുന്നേ. ജയന്തി, നീ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അഭിയും വസുവും കൂടെ ഉള്ളപ്പോ അവൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല. അവർ അഖിലിനെ കൈവിടില്ല. ആ വസു കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അഖിൽ ചോദിച്ച ഉടനെ അഭി കാശ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ കാശിന് വേണ്ടി വേറെ മാർഗമൊന്നും അവൻ നോക്കില്ലായിരുന്നല്ലോ. നീ വസുവിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക ജയന്തി. കാരണമില്ലാതെ അഖിലിന് വസു പണം കൊടുക്കരുതെന്ന് ഒരിക്കലും പറയില്ല. അഭിയെ പോലൊരുത്തൻ വസു പറയുന്നത് കേട്ട് പണം കൊടുക്കുന്നില്ലെങ്കിൽ നീ അത് മനസ്സിലാക്കി ജയന്തി. അഭിയും വസുവും അഖിലിനെ ഒരു അനിയനായിട്ടോ അന്യനായിട്ടോ കണ്ടിട്ടില്ല. അവനെ സ്വന്തം മകനെ പോലെ അവർ കാണുന്നത്. അവരെന്തു ചെയ്താലും അഖിലിന്റെ നല്ലതിനു വേണ്ടിയ ജയന്തി. ഭാസ്കർ കാരണം നഷ്ടങ്ങൾ ഉണ്ടായപ്പോ അഭി ദേഷ്യപ്പെട്ടു. അതേ ഭാസ്കർ ഇന്ന് സ്വന്തമായി ഇവന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം വസുവല്ലേ? അഖില് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞത് തന്നെ വസുവാ. അങ്ങനെയുള്ള വസു അഖില് മുന്നേറുന്നത് തടസ്സമായിട്ട് നിൽക്കുവോ? വസുവിന് അങ്ങനെ ഒരു തെറ്റായ ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മുടെ അഭി വസുവിന്റെ വാക്കുകൾ കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തോ ഏട്ടാ, എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഒരു ഭാഗത്ത് കാർത്തിക് ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കണോ, അഖിൽ ചെയ്ത കാര്യത്തിന് ഞാൻ വിഷമിക്കണോ? ഒന്നും മനസ്സിലാവുന്നില്ല. കുറഞ്ഞപക്ഷം ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ ഈ വീട് ചിന്ന ഭിന്നമാകാതെ ഏട്ടൻ അനിയന്മാര് പിരിയാതെയും ഇരുന്നാൽ എനിക്കത് സന്തോഷമാകും. നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് വരെയല്ല, അവര് ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഈ വീട് ചിന്ന ഭിന്നമാകില്ല. 3 പേരും പിരിയില്ല. ധൈര്യമായിട്ടിരിക്കും ജയന്തി. എല്ലാത്തിനും അഭിയുണ്ട്, വസുവുണ്ട്. ഈ കുടുംബത്തിനൊന്നും സംഭവിക്കില്ല. അഭിയേട്ടനെ കൊണ്ട് കാശ് തരാൻ സമ്മതിക്കാതെ ഏടത്തി തടഞ്ഞില്ലേ? എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ ഞാൻ വേദനിക്കാണോന്ന് ചോദിക്കാല്ലേ? അമ്മയെ പോലെ എൻകറേജ് ചെയ്യുന്ന